Hello students, welcome to Listen. എൻ്റെ പേര് രേഷ്മ ശ്രീജിത്ത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു ആദ്യത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിലെ ആദ്യത്തെ സെക്ഷനായി ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ കുറച്ച് ടൈപ്പ് ഓഫ് റിലേഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു അത്? നമ്മൾ 4 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഫസ്റ്റ് നമ്മൾ വോയിഡ് റിലേഷൻ എന്താണെന്ന് കണ്ടു. എന്തായിരുന്നു വോയിഡ് റിലേഷൻ? ഏതൊരു റിലേഷനാണോ എം ടി, അങ്ങനത്തെ റിലേഷനെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഒന്നെങ്കിൽ എം ടി റിലേഷൻ അല്ലെങ്കിൽ വോയിഡ് റിലേഷൻ. പിന്നെ നമ്മൾ രണ്ടാമതായി പരിചയപ്പെട്ട റിലേഷന്റെ പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ മൊത്തം എലമെന്റ്സ് ആണ്. ദാറ്റ് ഈസ് R will be equal to A cross A. The relation is described on a set A. അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐഡന്റിറ്റി റിലേഷൻ എന്തായിരുന്നു. ഐഡന്റിറ്റി റിലേഷന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായിരുന്നു? ഐഡന്റിറ്റി റിലേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ എ എന്ന മോഡലിലാണ്. അതായത് ഐഡന്റിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് 1 1 2 2 അങ്ങനത്തെ ഓർഡേർഡ് പെയർസ് ആയിരിക്കും ആ റിലേഷൻ സെറ്റിൽ ഉള്ളത് അല്ലെ? പിന്നെ നമ്മൾ നാലാമതായിട്ട് പരിചയപ്പെട്ട റിലേഷൻ ആണ് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എന്തൊക്കെ 2 റിസൾട്ടും കൂടെ പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ റിലേഷനും ഐഡന്റിറ്റി റിലേഷനും എന്തായി? റിഫ്ലെക്സീവ് റിലേഷൻ ആണ് അല്ലെ? അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ 4 റിലേഷൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള റിലേഷൻസ് ഏതൊക്കെയാണ് പരിചയപ്പെടാം. ഒരു 3 റിലേഷൻസും കൂടെ ഉണ്ട്. സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ ആൻഡ് ആന്റിസിമെട്രിക് റിലേഷൻ. സോ നമുക്ക് ഓരോ റിലേഷനെയും വിശദമായിട്ട് പരിചയപ്പെടാം. 5th ടൈപ്പ് ഓഫ് റിലേഷന്റെ പേരാണ് സിമെട്രിക് റിലേഷൻ. അപ്പൊ എന്താണ് സിമെട്രിക് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ സിമെട്രിക് റിലേഷൻ ഞാൻ ഒരു നോൺ എംപ്റ്റി ആയ സെറ്റിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആ സെറ്റിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ്. ഇനി ഞാൻ എയിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണമല്ലോ. ആ റിലേഷനെ ഞാൻ ആർ എന്ന് വിളിക്കുന്നു. ലെറ്റ് ആർ ബി ദ റിലേഷൻ വിച്ച് ഇസ് ടു ബി ഡിസ്ക്രൈബ്ഡ് ഓൺ എ. ദെൻ ഈ റിലേഷൻ ആർ എന്താണ്? സിമെട്രിക് റിലേഷൻ ആണ്. അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ordered pair AB belongs to R, then ordered pair BA must be an element of R for all A, B belongs to A. എന്താണ് പറഞ്ഞത്? ഞാനൊരു നോൺ എംപ്റ്റി ആയ സെറ്റ് എ എടുത്തു. അതിലൊരു റിലേഷൻ ആയ ആർ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. സച്ച് ദാറ്റ് ഞാൻ പറയുകയാണ് ആ റിലേഷൻ സിമെട്രിക് ആണ്. എങ്ങനെയാണ് സിമെട്രിക് ആവുക? ഒരു ഓർഡേർഡ് പെയർ എ ബി എന്നൊരു എലമെന്റ് നമ്മൾ റിലേഷൻ സെറ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എ എന്ന് പറഞ്ഞ ഒരു ഓർഡേർഡ് പെയറും ആ റിലേഷൻ സെറ്റിൽ ഉണ്ടാകും. അങ്ങനെ 2 ഓർഡേർഡ് പെയർ ആ റിലേഷൻ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ റിലേഷൻ സെറ്റ് എന്താണ്? സിമെട്രിക് റിലേഷൻ ആണെന്ന്. സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ. ഇനി ഇവിടെ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അല്ലെ? ദാറ്റ് ഈസ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബിലോങ്സ് ടു ആർ, എ റിലേറ്റഡ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താണ് ഇവിടെ പറഞ്ഞത്? ബി മസ്റ്റ് ബി റിലേറ്റഡ് ടു എ. ദെൻ എന്തായി? സിമെട്രിക് ആയി. ആ റിലേഷനെ നമുക്ക് സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാം. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ എന്താണ്? നമുക്ക് ഈ കൺസെപ്റ്റ് ഒന്നുകൂടെ മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. എയിൽ 3 എലമെന്റ്സ് എടുക്കുന്നു. ഒരു ഫൈനൈറ്റ് സെറ്റിന് ഡിഫൈൻ ചെയ്യാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3. ഇനി ഞാൻ റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഒരു 2-3 റിലേഷൻസ്. ഫസ്റ്റത്തെ റിലേഷൻ ഞാൻ R1 എന്ന് പേര് കൊടുക്കുന്നു. Such that R1 is equal to set of all ordered pair 1 1 2 2 3 3.
എന്താണ് R1 എന്ന് പറഞ്ഞ റിലേഷൻ എന്താണ് ഓർഡേർഡ് പെയർ 1 1 2 2 3 3. ഈ റിലേഷൻ ഒരു ഐഡന്റിറ്റി റിലേഷൻ ആണ് അല്ലെ. എ എന്ന ഫോർമാറ്റിലാണ് ഈച്ച് ഓർഡേർഡ് പെയറും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ റിലേഷൻ എന്താണ് സിമ്മട്രിക് ആണ്. എ എന്ന ഫോർമാറ്റിൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഐഡന്റിറ്റി റിലേഷൻ എപ്പോഴും സിമ്മട്രിക് ആണ്. ഇപ്പൊ നമ്മൾ എന്താ ഒരു കാര്യം കൂടെ പഠിച്ചു, ഐഡന്റിറ്റി റിലേഷൻ റിഫ്ലെക്സീവും ആണ് സിമ്മട്രിക്കും ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതേ റിലേഷനിൽ തന്നെ വേറൊരു ഓർഡേർഡ് പെയറിനെയും കൂടെ ആഡ് ചെയ്യും. 1 2. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് വിചാരിക്കുക. സോ നമ്മുടെ റിലേഷനിൽ ഏതൊക്കെ തരം എലമെന്റ്സ് ഉണ്ട്, ഐഡന്റിറ്റി ആയ 3 ഓർഡേർഡ് പെയർ ഉണ്ട്. പിന്നെ നാലാമത്തെ ഓർഡേർഡ് പെയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ A B എന്ന ഫോർമാറ്റിലാണ് അല്ലെ. 1 2 രണ്ടും ഐഡന്റിക്കൽ അല്ല. സോ നമുക്ക് ഈ റിലേഷൻ R1 എന്ന് പറഞ്ഞ റിലേഷൻ സിമ്മട്രിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ സിമ്മട്രിക് ആണെങ്കിൽ എന്ത് കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ഇഫ് A related to B then B must be related to A. എന്താണ് ഓർഡേർഡ് പെയർ AB, അതായത് 1 2 എന്ന് പറഞ്ഞ ഒരു ഓർഡേർഡ് പെയർ ഈ റിലേഷൻ സെറ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 1 എന്ന് പറഞ്ഞൊരു ഓർഡേർഡ് പെയറും ഈ റിലേഷൻ സെറ്റിൽ ഉണ്ടായാൽ നമുക്ക് പറയാം ആ റിലേഷൻ എന്താണ് സിമ്മട്രിക് ആണെന്ന്. ഇവിടെ നോക്കൂ, 1 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ മാത്രമേ ഉള്ളൂ, 2 1 എന്ന് പറഞ്ഞ ഒരു ഓർഡേർഡ് പെയർ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ റിലേഷൻ R1 എന്ന് പറഞ്ഞ എന്താണ് സിമ്മട്രിക് അല്ല. സോ നോട്ട് സിമ്മട്രിക്. ഓക്കെ, ഇനി ഞാൻ വേറൊരു റിലേഷൻ കൂടി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സേ R2 is equal to set for ordered pair 1 2 2 3 2 2 2 1 and 3 2. ഇത്ര എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആയ ഒരു റിലേഷൻ സെറ്റ് ആണ് R2. ഈ R2 സിമെട്രിക് ആണ്. നമുക്ക് ഓരോ എലമെന്റ്സും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1 2 അതായത് എ ബി എന്ന ഫോർമാറ്റിലാണ്. സോ നമുക്ക് എന്താ ബി എ എന്ന ഓർഡേർഡ് പെയറും ഈ റിലേഷൻ സെറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 1 2, സോ 2 1 എ ബി ഉണ്ട്, ബി എയും ഉണ്ട്, രണ്ട് ഓർഡേർഡ് പെയർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഓർഡേർഡ് പെയർ നോക്കുമ്പോൾ അത് 2 3 അഗെയിൻ എ ബി എന്ന ഫോർമാറ്റിലാണ്. സോ നമുക്ക് ബി എ അതായത് 3 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഈ റിലേഷൻ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഉണ്ട്. സോ ഈ രണ്ട് ഓർഡേർഡ് പെയർ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് 2 2 അതായത് എ എന്ന ഫോർമാറ്റിലാണ്. നമുക്കറിയാം ഐഡന്റിറ്റി റിലേഷൻ എന്താണ് സിമെട്രിക് ആണ്. സോ ഈ റിലേഷൻ സെറ്റ് അതായത് R2 എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് എന്താണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം R2 ഈസ് സിമെട്രിക്. സോ ഒരു റിലേഷൻ സിമെട്രിക് ആണെന്ന് നോക്കാൻ വേണ്ടി ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. എ ബി എന്ന ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ ബി എ എന്ന ഓർഡേർഡ് പെയറും ആ റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം. 1 2 ഉണ്ട്, സോ 2 1 ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ആ റിലേഷൻ സെറ്റിനെ നമുക്ക് സിമെട്രിക് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഞാൻ L എന്ന് പറയുന്ന ഒരു സെറ്റിനെയാണ് എടുക്കുന്നത്. L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. എന്താണ് L എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള എല്ലാ ലൈൻസിന്റെയും കളക്ഷൻ ആണ് L എന്ന് പറഞ്ഞൊരു സെറ്റ്. സോ ഈ സെറ്റിന് ഞാനൊരു റിലേഷൻ R ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ R എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാം. എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നമുക്ക് നോക്കാം. ഫോർ ordered pair XY belongs to R, we have X perpendicular to Y for all X, Y belongs to capital L. എന്താണ്
L എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ അല്ലെ. R എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഞാൻ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഓർഡേഡ് പെയറും ആറിലുണ്ടെങ്കിൽ XY എന്ന് പറഞ്ഞൊരു ഓർഡേഡ് പെയർ ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, X must be perpendicular to Y. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ റിലേഷൻ R സിമെട്രിക് ആണോ എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലൈൻസിന്റെ കളക്ഷൻ ആണല്ലോ ഇത്. സോ ഞാൻ രണ്ട് ലൈൻസ് സെലക്ട് ചെയ്യാം. L1 L2. ഈ L1 L2 ഞാൻ L എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. Such that ഞാൻ പറയാണ് L1, L2 belongs to R. അപ്പൊ നമുക്ക് എന്ത് പറയാം, L1 L2 ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, L1 പെർപെൻഡിക്കുലർ ടു L2 ആവണം അല്ലെ. ഇത് L1 എന്ന് പറഞ്ഞ ലൈനാണ്. L1 എന്താവണം, L2 എന്ന് പറഞ്ഞ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ. സോ L1 L2 ആറിലുണ്ടെങ്കിൽ L1 must be perpendicular to L2. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം എന്താണ്, L2 L1 പെർപെൻഡിക്കുലർ ആണ്. L1 L2 പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, L2 is perpendicular to L1. This implies what? L2 perpendicular to L1. L2 L1 പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർഡേർഡ് പെയർ L2, L1 belongs to R. എന്താണ്, നമ്മൾ ആദ്യം തന്നെ രണ്ട് ലൈൻസ് ചൂസ് ചെയ്തു, L1 ഉം L2. ആറിലെ ഒരു ഓർഡേർഡ് പെയർ ആണ്. സോ ആറിലെ ഓർഡേർഡ് പെയറിന്റെ പ്രത്യേകത എന്താണ്, they will be what? Perpendicular to each other. സോ L1 L2 എന്തായി, പെർപെൻഡിക്കുലർ ആയി. സോ നമുക്ക് എന്തായാലും പറയാം L1 L2 പെർപെൻഡിക്കുലർ ആണെങ്കിൽ L2 L1 പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ L2 പെർപെൻഡിക്കുലർ ടു L1. L2 L1 പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർഡേർഡ് പെയർ L2 L1 belongs to R. സോ ഈ ഓർഡേർഡ് പെയർ നോക്കൂ, L1 L2 ആറിലുണ്ട്, അതുപോലെ തന്നെ L2 L1 ആറിലുണ്ട്. സോ AB ഉണ്ട്, BA ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ പെർപെൻഡിക്കുലാരിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു റിലേഷൻ എന്തായി, സിമെട്രിക് ആയി. ഓക്കെ. സോ സിമെട്രിക് റിലേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേ സെറ്റിൽ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പകരം നമുക്ക് പാരലൽ ആണെങ്കിൽ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ആ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് നോക്കാം. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് ഞാൻ രണ്ട് എലമെന്റ് XY, ഓർഡേർഡ് പെയർ XY belongs to R എന്ന് എടുക്കുന്നു. Such that നമ്മളിവിടെ പാരലൽ ആണ് എന്ന് പറഞ്ഞ റിലേഷൻ ആണ് എടുക്കുന്നത്. Such that X parallel to Y for all X, Y belongs to L. So നമുക്ക് നേരത്തെ എക്സാമ്പിൾ ചെയ്ത പോലെ രണ്ട് ലൈൻസ് ചൂസ് ചെയ്യാം. L1 L2 തന്നെ. L1, L2 belongs to R. ആറിലെ എലിമെന്റ്സ് എന്തായിരിക്കും, പരസ്പരം പാരലൽ ആയിരിക്കും. സോ L1 എന്ന് പറഞ്ഞ ലൈനും L2 എന്ന് പറഞ്ഞ ലൈനും എന്തായി, പാരലൽ ലൈൻസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇഫ് L1 is parallel to L2 നമുക്ക് പറയാം L2 is parallel to L1 അല്ലെ. രണ്ട് ലൈൻസ് എന്താ പാരലൽ ആയിട്ട് പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടി, L2 എന്താ കിട്ടിയത്, L2 parallel to L1 implies what, ordered pair L2, L1 belongs to R. സോ എന്തായി, R വീണ്ടും ഒരു സിമെട്രിക് റിലേഷൻ ആയി. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ ഒരു 3 എക്സാമ്പിൾ ആണ് കണ്ടത് അല്ലെ. ഫസ്റ്റ് നമ്മൾ സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്ത 2-3 റിലേഷൻസ് പഠിച്ചു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ, ലൈൻസിന്റെ കളക്ഷൻ ആയ സെറ്റില് നമ്മൾ R എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തു. രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ റിലേഷൻ എന്തായി, സിമെട്രിക് ആയി. അതുപോലെ ലൈൻസിന്റെ പാരലൽ ആണെങ്കിലും എന്തായി, നമ്മൾ എന്താ തെളിയിച്ചത്, R എന്ന് പറഞ്ഞത് ഒരു സിമെട്രിക് റിലേഷൻ ആണ് തെളിയിച്ചു. ഓക്കെ. സോ ഇതാണ് നമ്മൾ 5th ടൈപ്പ് ഓഫ് റിലേഷൻ. ഇതിന്റെ പേരാണ് സിമെട്രിക് റിലേഷൻ. ഓക്കെ. ഇനി 6ാമത്തെ ടൈപ്പ് ഓഫ് റിലേഷന്റെ പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ.
സോ ഈ റിലേഷൻ എന്താണ് നമുക്ക് നോക്കാം. ഈ റിലേഷൻ നമ്മൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് എ എന്ന് പറഞ്ഞ ഒരു സെറ്റിലാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ആർ ആണ്. നമുക്ക് ആ റിലേഷൻ ആർ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഓർഡർഡ് പെയർ എ ബി belongs to R and ordered pair BC belongs to R, then we must have ordered pair AC belongs to R. എന്താണ്? 3 എലമെന്റ്സ് ഞാൻ നോൺ എംപ്റ്റി സെറ്റ് ആയ എയിൽ നിന്ന് ചൂസ് ചെയ്തു. എ ബി സി. ഇനി നമ്മുടെ റിലേഷൻ സെറ്റ് ആണ് ആർ. അതിൽ 2 ഓർഡർഡ് പെയർ ഉണ്ട്. ഏതൊക്കെ തരാണ്? എ ബിയും പി സിയും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എ സി എന്ന് പറഞ്ഞ ഓർഡർഡ് പെയറും ആ റിലേഷൻ സെറ്റിൽ ഉണ്ടാകും. ഉണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻ സെറ്റിന് എന്താന്ന് പറയാം? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇതെന്താ മീൻ ചെയ്യുന്നത്? ദിസ് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു ആർ എന്നല്ലേ പറഞ്ഞത്. നമുക്ക് പറയാം ഇഫ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഓർഡർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറയുകയാണെങ്കിൽ ബി റിലേറ്റഡ് ടു സി, then what A must be related to C. അല്ലേ? ഇതല്ലേ ആ കണ്ടീഷൻ. A related to B യും B related to C യും ആണെങ്കിൽ A must be related to C. ഒരു കോമ്പോസിഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എ എന്ന് പറഞ്ഞ സെറ്റിലെ 3 എലമെന്റ്സ് 1 2 3. ഇതിന് ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ് ആർ. ഈ ആറിലെ ഓർഡർഡ് പെയറിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 1 2 2 3 and 1 3. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. എന്താണ് ഈ റിലേഷൻ സെറ്റിലെ ഓർഡർഡ് പെയർസ് എന്ന് നിങ്ങൾ നോക്കൂ. 1 2 എ ബി, 2 3 എന്ന് പറയുന്നത് ബി സി. എ ബി 1 2 ബി സി എന്ന് പറയുന്നത് 2 3. ഇനി നമുക്ക് എന്ത് ഓർഡർഡ് പെയർ ആണ് ഇവിടെ വേണ്ടത്? എ സി. അതായത് 1 3 എന്ന് പറഞ്ഞ ഓർഡർഡ് പെയറും ഈ റിലേഷൻ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ സെറ്റ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഒരു കോമ്പോസിഷൻ എന്ന മോഡലിൽ തന്നെ നമുക്ക് ഇതിനെ കാണാം അല്ലെ? 1 2 2 3 ഉണ്ട്. സോ 1 3 കൂടെ ഈ ഓർഡർഡ് പെയറിൽ ഉണ്ടെങ്കിൽ ഓർഡർഡ് പെയർ ആ റിലേഷൻ സെറ്റ് എന്തായി? ട്രാൻസിറ്റീവ് റിലേഷൻ ആയി. ഓക്കെ. ഇനി നമുക്ക് വേറെ 2-3 എക്സാമ്പിൾ കൂടെ ഈ ഒരു റിലേഷന്റെ അണ്ടറിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഞാൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, അതായത് n എന്ന് പറയുന്ന സെറ്റ് ആണ് എടുക്കുന്നത്. സോ n എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ? എണ്ണൽ സംഖ്യകളുടെ ഒരു കളക്ഷനാണ് n. എന്നിൽ ഞാൻ റിലേഷൻ ആർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനത്തെ റിലേഷൻ ആണ്? എങ്ങനത്തെ കണ്ടീഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ xy ordered pair xy belongs to R implies x is less than y for all x comma y belongs to n. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. അതിലെ 2 എലമെന്റ്സ് ആണ് എക്സ് വൈ. അവരുടെ ഒരു ഓർഡർഡ് പെയർ ആർ എന്ന് പറഞ്ഞ റിലേഷൻ സെറ്റിൽ ഉണ്ടെങ്കിൽ ആ റിലേഷൻ സെറ്റിൽ ആ ഓർഡർഡ് പെയറിലെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ എന്ന രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ആർ then x is less than y. ഓക്കെ. സോ നമുക്ക് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ആണല്ലോ എന്ന്. സോ ഞാൻ 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് തന്നെ എടുക്കുന്നത്. ലെറ്റ് 1 2 3 belongs to n. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ. ഇനി ഓർഡർഡ് പെയർ 1 2 എന്ന് പറയുന്നത് ആറിലുള്ള ഒരു ഓർഡർഡ് പെയർ ആണ് വിചാരിക്കുക. സോ ആറിലുള്ള ഓർഡർഡ് പെയർ എങ്ങനത്തെ ആയിരിക്കണം? 1 less than 2, that is x less than y ആണ്.
നമുക്കറിയാം 1 എന്ന് പറയുന്നത് എന്തായാലും 1 എന്ന് പറയുന്നത് എന്തായാലും 2 ചെറുതാണ് അല്ലെ. ഇനി അടുത്തൊരു ഓർഡർഡ് പെയർ ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യാണ്. സേ 2 3 2 3 ആറിലുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് എന്താണ്? 2 must be less than 3 അല്ലെ. 2 എന്താണ്? 3 ചെറുതാണ്. 1 2 ചെറുതാണ്, 2 3 ചെറുതാണ്. നമുക്ക് എന്താ പറയാ? 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 അല്ലേ. നമുക്ക് അറിയുന്ന കാര്യമല്ലേ. 1 2 ചെറുതാണ്, 2 3 ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയുന്നത് 3 ചെറുതാണ്. 1 3 ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഡർഡ് പെയർ 1 3 belongs to R. സോ R എന്തായി? ട്രാൻസിറ്റീവ് റിലേഷൻ ആയി. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, ആറിൽ. സോ എ സി എന്താണ്? ആറിലുണ്ടെന്ന് നമ്മൾ കാണിച്ചു. സോ ഈ ഒരു റിലേഷൻ നാച്ചുറൽ നമ്പറിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത റിലേഷൻ ഈസ് ലെസ് ദാൻ എന്ന് പറഞ്ഞ റിലേഷൻ എന്തായി? ട്രാൻസിറ്റീവ് റിലേഷൻ ആയി. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ കാണാം. ഞാൻ ലൈൻസിന്റെ കളക്ഷൻ ആയ എല്ലിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. L എന്ന് പറഞ്ഞ set of all lines in a plane. R എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ L ഡിഫൈൻ ചെയ്യാണ്. For ordered pair xy belongs to R, we have x is parallel to y. For all x, y belongs to L. നമ്മൾ സിമെട്രിക് ആണെന്ന് തെളിയിച്ച ഒരു റിലേഷൻ ആണ് പാരലൽ അല്ലെ. അപ്പോൾ ഈ പാരലൽ എന്ന് പറഞ്ഞ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നും കൂടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ലൈൻസ് ആണ് എടുക്കുന്നത്. L1 L2 L3 such that ordered pair L1 L2 belongs to R and ordered pair L2 L3 element of R ആണ്. സോ 2 ordered pair ഞാൻ R ചൂസ് ചെയ്തു. L1 L2 L2 L3. സോ ഇവരെന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലെ. ഞാൻ ലൈൻ വരയ്ക്കുകയാണ്. L1 L2 L2 ആറിലുണ്ടെങ്കിൽ നമുക്ക് പറയാം L1 parallel to L2. ഇനി എന്താ? L2 L3 എന്ന് പറഞ്ഞ ഓർഡർഡ് പെയറും ആറിലെ എലമെന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? L2 parallel to L3. It is L2 parallel to L3. സോ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവാം? L1 എന്താ? പാരലൽ ടു L3 ആണ് അല്ലെ. സോ നമുക്ക് പറയാം this implies what? L1 parallel to L3. L1 L3 പാരലൽ ആണ്. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് കൺക്ലൂഷൻ കിട്ടിയത്? implies ordered pair L1, L3 belongs to R. So R എന്ന് പറഞ്ഞ റിലേഷൻ എന്തായി? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. സോ ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് ആന്റി സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്താണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ആന്റി സിമെട്രിക് റിലേഷൻ എന്താണെന്ന് കൂടെ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. ലെറ്റ് എ ബി എ സെറ്റ് ആൻഡ് ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ. ആർ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. എയിൽ ഞാൻ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ എപ്പോഴാണ് ആന്റി സിമെട്രിക് ആവുക എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ഓർഡർഡ് പെയർ ചൂസ് ചെയ്യാണ്. ഇഫ് ഓർഡർഡ് പെയർ എ ബി ആൻഡ് ഓർഡർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ. എന്തൊക്കെയാണ്? എ ബി എന്ന ഓർഡർഡ് പെയറും അതുപോലെ ബി എ എന്ന ഓർഡർഡ് പെയറും ആറിലുള്ള 2 എലമെന്റ്സ് ആണെങ്കിൽ then we can say that A is equal to B for all A, B belongs to R. ഇതെന്താ മീൻ ചെയ്യുന്നത്? If A related to B and B related to A, then നമുക്ക് എന്താ കിട്ടേണ്ടത്? A is equal to B. അങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്
നമുക്ക് എലമെന്റ്സ് നമ്മുടെ റിലേഷൻ സെറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ റിലേഷൻ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ആന്റി സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാം. സോ ഈ ഒരു ഇതിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി റിലേഷൻ എന്താണ്? ആന്റി സിമെട്രിക് റിലേഷൻ ആണ്. നമുക്കറിയാം ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൺ എ സെറ്റ് എ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ആണ്. ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ അല്ലെ? എന്താണ്? എ ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണ്? സെയിം എലമെന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു കണ്ടീഷൻ എന്താ? ഐഡന്റിറ്റി റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഐഡന്റിറ്റി റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇപ്പൊ എന്താ നമ്മൾ കണ്ടുപിടിച്ചു? ആന്റി സിമെട്രിക്കും കൂടിയാണ്. ഇനി ആന്റി സിമെട്രിക്കിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആർ എന്ന് പറഞ്ഞ് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുകയാണ്. ക്യാപിറ്റൽ ആർ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ അതിലെ ഒരു റിലേഷൻ ആർ ഞാൻ ചൂസ് ചെയ്യാണ്. സച്ച് ദാറ്റ് ആ റിലേഷൻ എന്താവണം? ആന്റി സിമെട്രിക് ആണ്. റിലേഷൻ എന്ത് തരം റിലേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ ട്രാൻസിറ്റിവിറ്റിയിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞ റിലേഷൻ ആണ് എടുത്തത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. സച്ച് ദാറ്റ് എന്താണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്? ആന്റി സിമെട്രിക് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർ എന്ന് പറയുന്ന സെറ്റ് ഫോർ റിയൽ നമ്പേഴ്സ് അല്ലേ? സോ റിയൽ നമ്പേഴ്സിൽ ഞാൻ എക്സ് വൈ ബിലോങ്സ് ടു ദിസ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടീഷൻ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ? എക്സ് വൈയും അതേപോലെ വൈ എക്സും നമ്മുടെ റിലേഷൻ സെറ്റിലെ രണ്ട് ഓർഡേർഡ് പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് പറയാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒന്നെങ്കിൽ ലെസ് ആവും അല്ലെങ്കിൽ ഈക്വൽ ടു ആവും. ആൻഡ് വൈ എക്സും നമ്മുടെ റിലേഷൻ സെറ്റിലെ ഒരു ഓർഡേർഡ് പെയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ ഇതെന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദിസ് ഇംപ്ലൈസ് വാട്ട്? എക്സ് ഇസ് ഈക്വൽ ടു വൈ. സോ എന്തായി? ഈ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ എന്തായി? ആന്റി സിമെട്രിക് റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 7 തരം റിലേഷൻസ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഒരു റിലേഷനും കൂടെ പഠിക്കണം. ആ റിലേഷന്റെ പേരാണ് ഇക്വാലൻസ് റിലേഷൻ. സോ നമുക്കത് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമന്റ്സ് എല്ലാം രേഖപ്പെടുത്തണം. നമ്മുടെ ചാനലായ ലിസ്മി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ തന്നെ. സോ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.